ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. നമുക്കിന്ന് അറബിക് മന്തി റൈസ് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഓവനും കുക്കറും ഒന്നുമില്ലാതെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി ഇനി എല്ലാവരുടെ വീട്ടിലും സാധാ സ്റ്റൗ ടോപ്പിൽ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം മന്തി മസാല തയ്യാറാക്കാം. 1 ടീസ്പൂൺ കുരുമുളകും, 3 കഷ്ണം പട്ട, 5 ഏലക്കായി, 5 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം. ഇതൊക്കെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ മല്ലിയും കുരുമുളകും ജീരകവും പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഏലക്കായും ഗ്രാമ്പും പട്ടയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായേ വേണ്ടൂ. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മന്തി മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ഗീയും 2 ടീസ്പൂൺ മന്തി മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ചിക്കനെ 4 കട്ട് ചെയ്ത് അതിൻ്റെ 3 പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 കട്ട് ചെയ്ത് നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഇതൊരു മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എങ്കിലേ ആ മസാലയെല്ലാം അതിലേക്ക് പിടിക്കൂ. കുറച്ച് സാഫ്രൺ നമുക്ക് ഒരു അല്പം ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഗാർണിഷിങ്ങിനും പിന്നെ കളറിനും ഫ്ലേവറിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു 15 ബദാം ഒന്ന് വേവിച്ചെടുക്കുകയും വേണം. ഒന്ന് ചൂടുവെള്ളത്തിൽ ബ്ലാൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് റൈസിന് വേണ്ടി ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ഫുള്ളായിട്ടും പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കത്തി കൊണ്ട് ക്രഷ് ചെയ്തത്, ചതച്ചെടുക്കേണ്ട. പിന്നെ ഒരു 15 കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 6-7 ഗ്രാമ്പൂ, ഒരു വലിയ 2 കഷ്ണം പട്ട, 7-8 ഏലക്കായി എന്തായാലും ഇത്ര തന്നെ എടുക്കണം. ഏലക്കായിൽ അത് വേവുന്നതിനുള്ള ഫ്ലേവറാണ് നമുക്ക് ഈ റൈസിന് കൂടുതലും വേണ്ടത്. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ നേരത്തെ തിളപ്പിച്ച ബദാം തോലൊക്കെ കളഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് 2 മാറ്റി വെക്കാം. അതുപോലെ കുറച്ചധികം കിസ്മിസ് വേണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി റഫായി ചോപ്പ് ചെയ്ത് ഇതുപോലെ ചോപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ എടുത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് ഈ ബദാമും കിസ്മിസും ഉള്ളിയും വറുത്ത് കോരാം. ആദ്യം നമുക്ക് ബദാം ഇടാം. ബദാം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരി മാറ്റാം. അതുപോലെ കിസ്മിസും പിന്നെ ഉള്ളിയും ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്നേരം നമുക്കതും കോരി മാറ്റാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സാഫ്രണിൽ നിന്ന് പകുതി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കന് നല്ല ഫ്ലേവറും കളറും ഒക്കെ കൊടുക്കും. നമുക്ക് ഈ മന്തി ഉണ്ടാക്കാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു അടി കട്ടിയുള്ള പാത്രം വേണം. ആ പാത്രത്തിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച്, അരിപ്പ ആ പാത്രത്തിന് നല്ല ഫിറ്റ് ആയിരിക്കണം കേട്ടോ. അരിപ്പ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റീമറിൻ്റെ ഉള്ളിലുള്ള ആ തട്ടായാലും മതി, ആ ഹോൾസുള്ള തട്ടായാലും മതി. പക്ഷേ ആ പാത്രത്തിൽ ഫിറ്റായിട്ട് നിൽക്കണം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. ചിക്കൻ സ്റ്റീം കുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കന് അടിയിലുള്ള റൈസ് വേവുന്ന ആവിയിൽ നിന്ന് ചിക്കൻ വേകും. ചിക്കനുള്ള നീരും ഓയിലും ഒക്കെ നമ്മൾ റൈസിലേക്ക് വീണ് റൈസിന് നല്ല ഫ്ലേവറും കൊടുക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആ പാത്രം വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നേരത്തെ ബദാമും ഉള്ളിയും വറുക്കാൻ ഉപയോഗിച്ച ഓയിൽ ഗീ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഹോൾ മസാലാസ്, അതായത് നേരത്തെ എടുത്ത് വെച്ച പട്ട, ഏലക്കായി, ഗ്രാമ്പൂ, കുരുമുളക്, ജീരകം, പിന്നെ ഒരു പട്ടയിലയും ചേർത്ത് അതിൻ്റെ മണം വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക, ഒന്ന് സോട്ട് ചെയ്യുക. ഇനി അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം.
ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് പ്രസ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. ചതക്കുകയോ പേസ്റ്റാക്കുകയോ ഒന്നും വേണ്ട. ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് അതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഉള്ളി ബ്രൗൺ നിറമൊന്നും ആവണ്ട, കളർ ചേഞ്ച് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഉള്ളി സോഫ്റ്റായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാല ആഡ് ചെയ്യാം. നമ്മൾ ടോട്ടൽ 3 ടീസ്പൂൺ മന്തി മസാലയാണ് ആക്കിയത്. അതിൽ 2 ടീസ്പൂൺ മാരിനേഷന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കിയുള്ള 1 ടീസ്പൂൺ നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പാർട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ചിക്കൻ ക്യൂബ്സും വേറെ ഫ്ലേവറിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഫ്രഷ് ചിക്കൻ്റെ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വേവുന്നേരം നല്ല ചിക്കൻ്റെ ഫ്ലേവർ വരും. ഇതിപ്പോൾ 2 കപ്പ് അരി 45 മിനിറ്റ്സ് കുതിർത്ത് വെള്ളം വാരാൻ വേണ്ടി അരിപ്പയിലേക്ക് മാറ്റി വെച്ചതാണ്. അതും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വറക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് വഴറ്റി കഴിഞ്ഞ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 3.5 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ 3.5 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ച 2 മുഴുവൻ മുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഉപ്പ് ഒരല്പം മുന്തി നിൽക്കണം, എങ്കിലേ റൈസിൽ പാകത്തിന് ഉപ്പുണ്ടാവും. അതിന് മുകളിൽ നമുക്ക് അരിപ്പ വെക്കാം. ഈ അരിപ്പയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഈ ചിക്കന് റൈസ് വേവുന്ന സ്റ്റീമിൽ ചിക്കനും കൂടി വേവും. ഇനി ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ വെക്കണം. അത് ചെറുത് മീൻസ് ഹൈ ഫ്ലെയിമിൽ നിന്ന് ഓഫ് ബട്ടണിലേക്ക് പോകുന്നവരുള്ള ആ ചെറിയ ഫ്ലെയിമിൽ. ഇതിൽ സ്റ്റീമൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. അതിന് മുകളിലായിട്ട് കുറച്ച് കട്ടിയുള്ളൊരു ടവലും വെച്ച് കൊടുത്ത് 25 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വെക്കണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിനെ തുറക്കാം. അലൂമിനിയം ഫോയിലൊക്കെ മാറ്റാം. ആവി വരുന്നത് കണ്ടോ? ശ്രദ്ധിച്ച് തുറക്കണം, നല്ല ചൂടായിരിക്കും. ചിക്കനൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് കണ്ടോ, ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ചിക്കൻ മാറ്റാം. അരിപ്പ എടുത്ത് മാറ്റാം. റൈസ് കണ്ടോ, റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് വളരെ സോഫ്റ്റായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോരുത്, റൈസ് പൊടിഞ്ഞു പോരുത്, വളരെ സോഫ്റ്റായിരിക്കും റൈസ്. വളരെ മയത്തിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ ഒന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു പാൻ എടുത്ത് വെക്കുക. ഇതിലെങ്കിലും ഫ്രൈ പാൻ ആയാലും മതി, എന്തെങ്കിലും ഒരു പാൻ. എന്നിട്ട് 3 ചിക്കൻ്റെ പീസും വെച്ച് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. 2 വശവും ഒന്ന് മൊരിച്ചെടുക്കാം. ചിക്കൻ ഏകദേശം കുക്ക്ഡാണ്, സ്റ്റീമിൽ നമ്മൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മൊരിച്ചെടുക്കേ വേണ്ടു. 2 വശവും ഒന്ന് മൊരിഞ്ഞ് ഒരു ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ മൂടി വെച്ചൊന്ന് സ്ലോ തീയിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. റൈസിലേക്ക് നമുക്ക് ബാക്കി വന്ന സാഫ്രൻ ആഡ് ചെയ്യാം. ഇത് നല്ല ഫ്ലേവറും കളറും കൊടുക്കും റൈസിന്. നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും ഉള്ളിയിലേക്ക് ഒരല്പം ഗരം മസാല തൂകി നമുക്കിത് റൈസ് മുകളിലേക്ക് വെതറി കൊടുക്കാം. അതിന് മുകളിലായി ഒരല്പം ബദാം ഫ്രൈ ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇപ്പോൾ ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക്, റൈസിന് മുകളിലേക്ക് നമുക്ക് ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കണം. ഒരു സ്മോക്കി എഫക്റ്റിന് വേണ്ടി നമുക്കൊരു ചാർക്കോൾ എടുത്ത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കത്തിച്ച് അത് നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് വെക്കണം. റൈസിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ ചുറ്റി പാത്രം പോലെ ആക്കിയിട്ടോ എന്തെങ്കിലും വെക്കാം. അതിന് മുകളിലായിട്ട് ഈ ചാർക്കോൾ വെച്ച് ചാർക്കോളിന് മുകളിലേക്ക് ഒരു അല്പം ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നല്ല സ്മോക്ക് വരും. ഉടനെ തന്നെ ഒരു മൂടി എടുത്ത് മൂടി വെച്ച് ഈ സ്മോക്കൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി കട്ടിയുള്ള ടവൽ കൊണ്ട് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ വെക്കാം.
ഈ സമയം കൊണ്ട് നമുക്ക് മന്തി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഇതുപോലൊരു ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. ചോപ്പറിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അരഞ്ഞ് പേസ്റ്റ് ആവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ആവേ വേണ്ടൂ. ഇതുപോലെ നമുക്കിതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. മന്തി ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ സ്മോക്കിൽ നമുക്കതിൽ നിന്നും ഇനി ചാർക്കോൾ മാറ്റാം. മന്തി അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്മോക്കി സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കതിൽ നിന്ന് ചിക്കന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ആദ്യം. അതുപോലെ തന്നെ ബദാമും ഓണിയനും കിസ്മിസും ഒക്കെ നമുക്കതിൻ്റെ മേലയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പാർട്സും നമുക്ക് ചിക്കനിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ റൈസ് മാത്രം നമ്മുടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. റൈസ് എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കനും കിസ്മിസും ഉള്ളിയും അതുപോലെ വറുത്ത് വെച്ച ബദാമും ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ നേരത്തെ റൈസ് കുക്ക് ചെയ്തെടുത്ത 2 മുഴുവൻ പച്ചമുളകും പിന്നെ ഒരല്പം മല്ലിച്ചപ്പും തൂക്കി ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ യമ്മി ആൻഡ് ഡെലിഷ്യസ് അറബിക് ചിക്കൻ മന്തി റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി റൈസ് ഇനി വീട്ടിൽ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലേക്കൂടി അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്ന അതേ മന്തിയുടെ ടേസ്റ്റും ഫ്ലേവർ തന്നെ ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ അടുത്തുള്ള അരിപ്പ പോലത്തെ അരിപ്പ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ സ്റ്റീമറിൻ്റെ നിങ്ങൾ കക്കറോട്ടിയും ഇതൊക്കെ വേവിക്കുന്ന സ്റ്റീമറിൻ്റെ ഉള്ളിലുള്ള തട്ട് വെക്കാൻ പറ്റണ അത് വെക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് അലൂമിനിയം ഫോയിലൊന്ന് കവർ ചെയ്യുക. അതിൻ്റെ അലൂമിനിയം ഫോയിലിൽ നിറയെ കത്തി കൊണ്ടൊരു ഹോൾസ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ചിക്കൻ വെച്ച് ആ ചിക്കനെ മൂടി കൊണ്ട് കവർ ചെയ്താൽ മതിയാവും. എന്നിട്ട് സ്റ്റീം പുറത്ത് പോകാത്ത വിധത്തിൽ മൊത്തമായിട്ടും അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യുക. അതിന് മുകളിൽ നല്ല കട്ടിയുള്ള ടവൽ കൊണ്ട് കവർ ചെയ്തെടുക്കുക. മെയിനായിട്ട് ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണ്ടൂ, ഇതിനുള്ളിലുള്ള ആവി പുറത്തേക്ക് പോകരുത്. അങ്ങനെ ആവുന്നേരം നമ്മൾ റൈസ് പ്രോപ്പർ കുക്കാവില്ല. പിന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റായിരിക്കുക. ഇത് രണ്ടും ശ്രദ്ധിച്ചതിനാൽ നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് യമ്മി സോഫ്റ്റ് ആയിട്ടുള്ള റൈസുമായിട്ടുള്ള മന്തി റൈസ് നമുക്ക് എളുപ്പം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.